നേരത്തെ SATയിൽ പേവിഷബാധയെ തുടർന്നൊരു കുട്ടി ചികിത്സയിലുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഡോക്ടറുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയ കുട്ടിയാണത്. പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു സമാനമായ കേസിൽ കുട്ടി മരിച്ചു. എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാം? അതിനകത്ത് നമുക്കിപ്പോൾ ഒരു ഏകദേശം കണക്കെടുത്താൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 5 ലക്ഷം പേരോളം വാക്സിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ അപൂർവമാണ് അതിൻ്റെ ഒരു വാക്സിൻ എടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് കടിക്കുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളിലെ നിങ്ങൾക്കറിയാമല്ലോ പൊക്കം കുറവാണ്. അപ്പോൾ അവരുടെ തലഭാഗത്തും അല്ലെങ്കിൽ കൈ അങ്ങനെയുള്ള മേജർ അപ്പർ പാർട്ട് ഓഫ് ബോഡിയിലായിരിക്കും കടി കിട്ടുന്നത്. അപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാകുന്നത് കാലിക്കട്ടുള്ളത് തലയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് കയ്യിലാണ്. ഇഞ്ചുറി കുറച്ച് കേട്ടിടത്തോളം, കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇഞ്ചുറി ഹീൽഡ് ആണല്ലോ. അപ്പോൾ കേട്ടിടത്തോളം അത് കുറച്ച് ഒരു ഡീപ്പ് വൂണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നമുക്ക് ദിവസങ്ങളെടുത്ത് മാത്രമേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് വളരെയധികം മോർട്ടാലിറ്റി റേറ്റുള്ള ഒരു അസുഖമാണ്. വേൾഡ് ഓവർ 10-ൽ താഴെ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. 6 പേരോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെന്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നത്. അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അല്ല, അത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലൂറിനുള്ള റെംഡെസിവിർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ സാധ്യമായതെല്ലാം നോക്കുമല്ലോ. അപ്പോൾ അതിൽ വേറൊരു മരുന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേതോ ഒരു പുതിയ ഒരു കാര്യം പറഞ്ഞു, അത് നമ്മൾ നോക്കട്ടെ. പക്ഷേ ഇതെല്ലാം നമുക്ക് എത്രത്തോളം 100% ഇഫക്റ്റീവാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നമ്മൾ ഗൈഡ് ലൈൻ നോക്കിയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യും. ഇവിടെ വന്നപ്പോഴേക്കും തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു. വന്നപ്പോൾ ബോധമുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് അതിനകത്ത് ഉള്ളൊരു കാര്യം. വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അത് വീട്ടിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണിത് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ വളരെയധികം വിജിലൻ്റാണ് ഈ കാര്യത്തിൽ. അതുകൊണ്ട് അമ്മ വളരെ കൃത്യമായി തന്നെ അത് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഇതിനകത്ത് ഒരു കാര്യം. വാക്സിൻ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയധികം ആൾക്കാർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പം വാക്സിൻ ഇഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വാക്സിൻ ഇഫക്റ്റീവ് ആണ്. ഡോഗ് ബൈറ്റിൻ്റെ ഒരു സിവിയറിറ്റിയും ആ സമയത്തുണ്ടാകുന്ന വൈറസ് ട്രാൻസ്മിഷനും ഒക്കെ ഒരു കാരണമാകാം. ഒരിക്കലും അതൊരു വാക്സിൻ ഫെയിലിയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ല. ആ